പരിപ്പുവട പക്കുവട പരിപ്പുവട പക്കുവട നമ്മുടെ വായിലും ചടപടപട നമ്മുടെ വായിലും ചടപടപട. ഞാൻ നല്ല ഒരു പരിപ്പുവട വിശേഷം ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു പരിപ്പുവട വിശേഷമായിട്ടാണ് ഇന്ന് നമ്മുടെ ചാനലിൽ ഇരിക്കുന്നത്. നിങ്ങളെല്ലാവരും കാണണം. അതുപോലെ എല്ലാ വ്യൂസിനും സബ്സ്ക്രൈബേഴ്സിനും ഒരിക്കലും ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരും ഇത് കാണുക. ഞാൻ പണ്ടുള്ള നന്നല്ല, തീർച്ചയായിട്ടും ഇത് കാണുക. പരിപ്പുവട എളുപ്പത്തിൽ ഉണ്ടാക്കാം, വളരെ എളുപ്പം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളീസ് കിച്ചൺ. ഇന്ന് നമുക്കൊരു 4 മണി പലഹാരം. ഇത് നമ്മുടെ സാമ്പാർ പരിപ്പ്, തുമര. ഇത് വെച്ചിട്ട് എന്ത് 4 മണി പലഹാരമായിരിക്കും? പരിപ്പുവട. അപ്പോൾ ഇത് ഞാൻ ഏകദേശം 2 മണിക്കൂറോളം വെള്ളത്തിൽ സോക്ക് ചെയ്തതാണ്. ഇത് നമുക്കൊന്ന് തരിതരിപ്പായിട്ട് വെള്ളം ചേർക്കാതെ മിക്സ് ചെയ്തൊന്ന് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ടങ്ങ് അരയരുത്. നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് പേസ്റ്റ് പോലെ അരയരുത്. അതിന് നല്ല തരിതരിപ്പ് കിടക്കണം. ഇടയ്ക്ക് 1-2 പരിപ്പ് അരയാതെ കിടന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിത്രയും ഞാൻ 250 ഗ്രാം 1/4 കിലോയോളം പരിപ്പാണ് ഞാൻ എടുത്തത്. ഇതിലേക്ക് ഞാനിവിടെ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതിട്ടിട്ടുണ്ട്. പച്ചമുളക് 2 എണ്ണം ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞത്, കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞത്, 2-3 തണ്ട് കറിവേപ്പിലയും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇഞ്ചി 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞത്. ഇത്രയും കൂടി നമുക്കിതിന് ചേർക്കാം. കൂടാതെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ആവശ്യത്തിന്, അതിൻ്റെ കടലപ്പരിപ്പിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നീട് ലേശം കായം, ഒരു പിഞ്ച് അല്ലെങ്കിൽ 1-1.5 പിഞ്ച് കായം. ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് പരിപ്പുവടയുടെ ഷേപ്പ് എല്ലാവർക്കും അറിയാം. പിന്നെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ പെരിഞ്ജീരകം ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. നമുക്കൊരു ചെറിയൊരു പരിപ്പുവടയുടെ ഷേപ്പിനനുസരിച്ച് നമുക്കൊന്ന് കയ്യിലിട്ട് പ്രസ് ചെയ്ത്, ഞാനിവിടെ അടുപ്പിൽ ചീനിച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് വളരെ തിന്നായിട്ട്, കാര്യം പെട്ടെന്ന് ഉള്ളും കൂടെ വെന്ത് കിട്ടാൻ കട്ടിക്ക് എടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് കുറച്ച് കട്ടി കുറച്ച് നമുക്ക് നടുഭാഗമൊക്കെ ഒന്ന് ഇതാക്കൊണ്ട് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇടുമ്പം ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പം അതിനകത്ത് ഇടുമ്പോൾ എണ്ണ തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ പയ്യെ ഇടുക. അതല്ലെങ്കിൽ പരത്തി ഒരു ഡിഷിനകത്ത് വെച്ച ശേഷം ഒരു സ്പൂണ് വെച്ചോ, അത് പരിപ്പുവടയുടെ ഷേപ്പ് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഈ പരിപ്പുവടയുടെ മിക്സ് ഇടാൻ പറ്റുന്ന വലിപ്പത്തിലുള്ള ഏതെങ്കിലും ഒരു സൈസിലുള്ള സ്പൂണോ വല്ലതും വെച്ചിട്ട് നിങ്ങൾ പതുക്കെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യമായിട്ട് ചെയ്യുന്നവർക്കാണ് കാര്യം, പേടിച്ചിട്ട് എണ്ണയിലിടുമ്പം എണ്ണ ദേഹത്ത് തെറിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഒരു സൈഡ് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് അടുത്ത സൈഡിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 വശവും നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിതിനെ കോരി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളത് കൂടി നമുക്കിതുപോലെ വറുത്തെടുക്കാം. നമ്മുടെ പരിപ്പുവട ഏകദേശം എല്ലാം റെഡി ആകാറായിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഞാനിപ്പം ഇട്ടതാണിത്. അപ്പോൾ ഇതും കൂടെ ആയി കഴിയുമ്പോഴത്തേക്കിനും ഞാൻ എടുത്ത് വെച്ചിരുന്ന കൂട്ട് എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പ്രത്യേകം പറയാം, ഞാൻ നല്ല എരിവുള്ള പച്ചമുളകാണ് എടുത്തത്, അതും നല്ല വലിപ്പമുള്ളത്. അങ്ങനെ അത് 2 എണ്ണം ഞാൻ അരിഞ്ഞിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്ത ശേഷം എരിവ് കുറവായതുകൊണ്ട് വീണ്ടും ഞാനൊരു 4 മുളക് കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു എരിവ് ലെവലായി വന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പരിപ്പ് അരയ്ക്കാനായിട്ട് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും 2 മണിക്കൂർ കുതിർത്തതിന് ശേഷം പിന്നീട് 15 മിനിറ്റ് ഞാനൊരു അരിപ്പയിൽ വെള്ളം തോർന്ന് പോകാൻ വേണ്ടിയിട്ട്, വാർത്ത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഒരു 15 മിനിറ്റ് നമ്മൾ ഇട്ടതിന് ശേഷം വെള്ളം ഒട്ടും ഒഴിക്കാതെയാണ് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് അരയുകയും വേണം. എന്നാൽ അത് ഭയങ്കരമായിട്ട് പേസ്റ്റായി പോകുകയും ചെയ്യരുത്. നമുക്ക് ഇതുപോലെ പരിപ്പിൻ്റെ ആ
ഇത് നമുക്ക് കിട്ടുകയും വേണം. പരിപ്പ് അരയാത്ത പരിപ്പ് നമുക്ക് കിട്ടണം. നമ്മൾ കഴിക്കുമ്പം ഈ പരിപ്പ് നമുക്ക് കടിക്കാനും കിട്ടണം. അങ്ങനെ എടുക്കാൻ ശ്രദ്ധിക്കുക. 2 മണിക്കൂർ കുതിർത്ത ശേഷം 15 മിനിറ്റ് ഒന്ന് വാർത്ത് വെള്ളം പോകാനായിട്ട് നല്ലവണ്ണം ഡ്രൈ ആവാനായിട്ട് വയ്ക്കുക. അതിനുശേഷം അരയ്ക്കുക. പിന്നീട് നിങ്ങൾ എടുക്കുന്ന എല്ലാ വെജിറ്റബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളകും സവോളയൊക്കെ ചേർത്ത് ഒന്ന് കുഴച്ചതിന് ശേഷം ടേസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് എരിവ് ഇതിന് മസ്റ്റാണ്. അപ്പോൾ എരിവ് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുളക് പിന്നീട് ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എനിക്ക് ഏകദേശം നമ്മുടെ പരിപ്പോടെ എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പം നമുക്കിത് മാറ്റിയെടുക്കാവുന്നതാണ്. നമ്മുടെ പരിപ്പുവട എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. ഒരു 4 മണി പലഹാരം എന്ന് പറയുന്ന ഒരു ഏറ്റവും പ്രധാനമായിട്ടും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു 4 മണി പലഹാരമാണ് പരിപ്പുവട. എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. ബൈ.